ഹലോ എവ്രിവൺ, വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. ഇന്ന് ടൈം ലൈനിന്റെ കൂടെ ഉള്ളത് ഇപ്പോൾ തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റ് ഫാത്തിമയിലെ ഫാത്തിമയാണ്. വെൽക്കം ഷംല ഹംസ, വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച്. സോ ഹൗ ആർ യു? എങ്ങനെയുണ്ട് റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? ബിക്കോസ് ഇപ്പം തിയേറ്ററിൽ റിലീസായി, IFFK അത്രയും അവാർഡ്സ് ബാഗ് ചെയ്തു. സോ ഹൗ ഡു ഫീൽ? ഓഫ് കോഴ്സ് നല്ല ഹാപ്പിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് മേലെയാണ് ഇപ്പൊ ഫെമിനിസ്റ്റ് ഫാത്തിമന്റെ യാത്ര. IFFK നമ്മൾ അവാർഡുകൾ ഒരുപാട് കിട്ടി. ദെൻ കുറെ ഫെസ്റ്റിവൽസിന് പോയി, നമ്മൾക്ക് അവാർഡ് കിട്ടി. ക്രിട്ടിക്സ് അവാർഡ്, വലിയ വലിയ പത്മരാജൻ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടി. ബട്ട് സ്റ്റിൽ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് ഒരു നല്ല റിലീസിന്, തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്ക് ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ ആ ഒരു സപ്പോർട്ട് തന്നത്. അപ്പോൾ നമ്മളുടെ കാത്തിരിപ്പിന് വലിയൊരു റിസൾട്ട് കൂടി കിട്ടിയ പോലെയാണ്. ഇപ്പൊ തിയേറ്ററിലൊക്കെ ആൾക്കാര് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടു കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാരും വിസിറ്റ് ചെയ്യുന്നുണ്ട് തിയേറ്റേഴ്സ് ഒക്കെ. സോ ഞാൻ ആക്ച്വലി തിയേറ്ററിൽ പോയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വളരെ കോർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴും വീട്ടിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൊന്നും തിയേറ്ററിലേക്ക് വരാനോ ഇത് കാണാനോ ഉള്ള ചാൻസ് ഇല്ല. ഭയങ്കര അൺഫോർച്ചുനേറ്റ് അല്ലേ അത്? അതായത് ഇങ്ങനത്തെ ഒരു ഫിലിം മേ ബി ഭയങ്കര എംപവറിംഗ് ആണ്. മേ ബി അല്ല, എന്തായാലും എംപവറിംഗ് ആണ്. അപ്പം അവരെയും കൂടി കാണേണ്ട ഒരു ഫിലിം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അവർക്കും എല്ലാവർക്കും കൂടിയിട്ടാണ്. അതിപ്പം ഒരു പ്രത്യേക കാറ്റഗറിക്കോ ഒരു ആണിനോ ഒരു പെണ്ണിനോ അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിനിമയല്ല ഇത്. തികച്ചും ഇതിലെ സ്ത്രീ അനുഭവിക്കുന്ന അതേ സിറ്റുവേഷൻസ് പല പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. അതായത് ഭാര്യയാൽ തഴയപ്പെട്ട പുരുഷന്മാരുണ്ട്, ഭർത്താവിനാൽ തഴയപ്പെട്ട ഭാര്യമാരുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കുമുള്ള സിനിമയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇന്നും ഉണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ശരിക്കും ഒരു വുമന്റെ വേർത്ത് എപ്പോഴാണ്, ആ ഒരു വേർത്ത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ നമ്മളായിട്ട് നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സെയിം ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മൾ നമ്മുടെ ലൈഫ്, നമ്മുടെ ഫ്രീഡം നമുക്ക് കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങൾ കിട്ടുമ്പോ, അല്ലെ, നമ്മുടെ അടുത്ത് അത് നിഷേധിക്കുമ്പോ നമുക്ക് എന്തിനാണ് ഒരാൾ അത് നമ്മളിൽ നിന്ന് എടുക്കുന്നതെന്ന് തോന്നും. പക്ഷെ നമ്മളുടെ എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ നമുക്ക് കിട്ടുമ്പോ ഒരു സന്തോഷം. ഇപ്പോ ഇതിൽ പേട്രിയാർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നോർമലൈസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് മെയിൽ ഡോമിനൻസിനെ ഗ്ലോറിഫൈ ചെയ്യേ, അതുപോലെ പേട്രിയാർക്കിനെ ഇതൊക്കെ നോർമൽ ആണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതെ. അപ്പോ ഈ ഒരു കഥ കേട്ട സമയത്ത് ഒക്കെ എനിക്കിത് ഭയങ്കര റിലേറ്റബിൾ ആണ്. മേ ബി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഈ ഒരു സ്റ്റോറിയിലേക്ക് എത്തിയപ്പോൾ എന്ത് തോന്നി? ഓക്കെ, ഇത് എന്തായാലും പോർട്രേ ചെയ്യണം, മേ ബി റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും? ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ലാഷ് ഉണ്ടാവോ എന്നുള്ളൊരു ഹെസിറ്റേഷൻ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായില്ല. ആക്ച്വലി ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ എന്തുകൊണ്ട് എന്നോട് നന്ദി പറയുന്നില്ല എന്ന്. ബിക്കോസ് എന്റെ മോൾ ഉണ്ടായിട്ട് ഒരു 3rd മന്ത് ആയപ്പോഴാണ് ഫാസില് കഥ പറയുന്നത്. 6th മന്ത് ആവും വരെ വെയിറ്റ് ചെയ്യാം, ബിക്കോസ് എനിക്ക് അവളെ ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ബാക്ക് പെയിന്, നമ്മുടെ പോസ്റ്റ്മോർട്ടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദെൻ ഐ ഡിസൈഡഡ് ടു ഡു ദിസ് മൂവി. അപ്പോ ശരിക്കും ഞാൻ എന്നോട് നന്ദി പറയണം. സ്വയം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഫിലിമിലും ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ ജഗ്ൾ ചെയ്യുന്നതും അതെല്ലാ കാര്യങ്ങളും ശരിക്കും ആ ഒരു കാര്യം കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല അല്ലെ? ഇത് ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നല്ല തടി ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ ക്യാരക്ടർ ഫെമിനിച്ചി ഫാത്തിമ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം എന്റെ അടുത്ത് നിന്ന്. ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാനും ഫെമിനിച്ചി ഫാത്തിമയും. പിന്നെ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഈ ഒരു മെയിൽ ഡൊമിനൻസ് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ലൈക്ക് ഞാനിപ്പോ ഞങ്ങളുടെ വീഡിയോത്തിന്റെ തന്നെ ഒരു കമന്റിന്റെ താഴെ, അതായത് ഞാൻ IFFK കഴിഞ്ഞ് മാതൃഭൂമിക്ക് എന്തിനോ ഒരു ബൈറ്റ്, അതിന്റെ താഴെ ഉണ്ട് എങ്ങനെ, എടി നീ എന്താ വിചാരിച്ചേക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട്. ലൈക്ക് അങ്ങനെയാവണം സ്ത്രീകൾ, അങ്ങനെ ഭർത്താവിനെ നോക്കി നടക്കുന്നവരാവണം സ്ത്രീകൾ. ഞാൻ ആക്ച്വലി നമ്മളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലിക്കബിൾ ആണ്. പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാരും ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരും അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ താഴ്ത്തിയിട്ട് ഒരാളെ നമ്മുടെ മേലെ ചവിട്ടിയിട്ട് അയാള് ഉയർന്നു പോയിട്ട് കാര്യമില്ല. ഇപ്പം 1001 നുണകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഫെമിനിസ്റ്റ് ഫാത്തിമ വന്നു. ഇനി ഒരു നെക്സ്റ്റ് മൂവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏതൊരു ക്യാരക്ടറെ ആയിരിക്കും ഞാൻ പോർട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് 2ൽ നിന്നും 1001 നുണകളിലും ഒരു അമ്മയായിരുന്നു, ബട്ട് പ്രഗ്നന്റ് ആണ്. പിന്നെ ഇതിൽ നിന്നും വേറൊരു ഡിഫറെന്റ്, കുറച്ച് കുശുമ്പുള്ളൊരു സ്ത്രീയാണ് അതിൽ. കുശുമ്പ് മീൻസ് സ്നേഹം കൊണ്ടുള്ള ഒരു കുശുമ്പ്. ഇതിൽ എന്ന് പറഞ്ഞ ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു വീട്ടമ്മ.
എനിക്ക് ഇതിന്നൊക്കെ മാറി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ ലെറ്റ് ഇറ്റ് കം, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. Yes, പിന്നെ ഈ ബെഡിന്റെ കാര്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. കൂടുതലും അതിങ്ങനെ ചുമന്ന് നടക്കുന്ന ആക്ച്വലി ഒരു സിമ്പിൾ ബെഡ് ആണെങ്കിലും അതിന്റെ ഒരു പേട്രിയാർക്കിന്റെ വെയിറ്റ് ആണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ബെഡ് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? ആ ബെഡ് ആക്ച്വലി ഞങ്ങളുടെ സെറ്റിൽ ഒരു 3 ആൾക്കാര് ഒരുമിച്ച് പൊക്കി കൊണ്ടുവന്ന ബെഡാണ്. ഓക്കെ. ആ ബെഡ് ഒറ്റയ്ക്ക് ഞാൻ എടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ സീൻസ് ഉണ്ടല്ലോ bed ഒരുപാട് സീൻ ഉണ്ട്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മള് ജിമ്മിനൊക്കെ വർക്ക്ഔട്ട് ചെയ്ത വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ഈസി ആയില്ലേ, അതുപോലെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഓക്കെ ആയി. Okay. പിന്നെ അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ തോന്നിയില്ല, കാരണം നമ്മുടെ എക്സ്പ്രഷൻ എല്ലാം മാറും. Okay. അപ്പൊ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആക്ഷൻ ഒക്കെ കാണിക്കേണ്ടി വരും, മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ വാരിക്കോരി ഇടേണ്ടി വരും. ഓക്കെ. ടേക്സ് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ടേക്സ് പോയിട്ടുണ്ടായിരുന്നു. Okay. ഒരു സ്റ്റെപ്പിന്ന് മേലോട്ട് കേറുന്ന ആഹാ. ഭാഗമുണ്ട്, അത് വേഗം എടുക്കാൻ പറ്റി. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് ടേക്സ് പോയിട്ട് വന്നിട്ടുണ്ട്. സെയിം ബെഡ് ചുമന്ന് കുറെ ദൂരം പോയി തിരിച്ചു വന്ന് അതേപോലെ വീണ്ടും പോയി. ഓക്കെ. ഇപ്പോ ഞാൻ ഇന്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവര് പറഞ്ഞിട്ടുള്ളത്, അതായത് നമുക്കിത് ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും ഫാസിൽ മുഹമ്മദിന് ഒരു അവാർഡ് കിട്ടണം എന്നുള്ളത്. ബിക്കോസ് അത്രയ്ക്ക് ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി. ആ ഒരു കമരാഡറി ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ എങ്ങനെയായിരുന്നു ഇത് സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും? ഫാസിൽ ഭയങ്കര ഈസി ഗോയിങ് ആണ്. പിന്നെ നമ്മളെ ഒരിക്കലും നമ്മളിങ്ങനെ ഷീസ് എ ഡയറക്ടർ ആൻഡ് നമ്മളിങ്ങനെ പ്രഷർ ഒന്നും തരില്ല. ആക്ച്വലി ആ ലൊക്കേഷനിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അത് കൂടെ പോവാണെങ്കിൽ ഫസ്റ്റ് വാ ഒരു സീൻ അഭിനയിച്ചിട്ട് പോവാം. ലൈക്ക് ഞാനൊക്കെ ഒരു എന്റെ ചെറിയ മോൻ ആ ക്യാരക്ടർ അംഗനവാടിയിൽ കൊണ്ടാക്കി വരുന്ന ഭാഗത്തൊക്കെ ഫാസില് ഒരു പയ്യനെ കൂടെ പോകുമ്പോ വാ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന പറയും. അങ്ങനെ കുട്ടികളെയും അവിടുത്തെ ആൾക്കാരെയും ഒക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത്. ഓക്കെ. അപ്പൊ ഈ പൊന്നാനിന്റെ സ്ത്രീകൾ കഥയാണ് പറയുന്നത്. അതുപോലെ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഷംല എപ്പോഴെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ അതായത് അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളുടെ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കണം എന്ന് തോന്നിയിട്ട് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ ഫിലിം ഒക്കെ വരുന്നതിന് മുന്നേ? ഇത് ആക്ച്വലി ഇപ്പോ നമ്മുടെ ഉമ്മമാര് അവരും അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ വേറൊരു വേർഷൻ ഇപ്പൊ ജീവിക്കുന്നവരും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സിനോട് എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, ലൈക്ക് എന്തിനാണ് ഇങ്ങനെ നമ്മളുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് വേറൊരാൾക്ക് വേണ്ടി പോയിട്ട് എന്താ കാര്യം, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവും. അങ്ങനെ പോയാല് കുറെ അവനവന്റെ ഇഷ്ടം മാറ്റി വെച്ച് ഇന്നത്തെ കാലത്ത് സെപ്പറേറ്റ് ആവും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് മാറ്റി വെച്ചാലും ഈ ഫാത്തിമേനെ പോലെ എല്ലാം സഹിച്ച് മരിക്കുന്നത് വരെ അവരുടെ കൂടെ തന്നെ ജീവിക്കും. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിലേക്ക് എത്തും ലാസ്റ്റ്. അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനോട്. ഇതിലിപ്പം റിലിജനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയാണ് ഫാസിൽ കാണിച്ചിട്ടുള്ളത്. ഹി ഡിഡ് നോട്ട് സ്ലാം റിലിജൻ. അതേപോലെ തന്നെ ഇപ്പൊ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിന്റെ കോർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ് ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ കാണിച്ചത്. ഹൗ ഡു യു ലുക്ക് അറ്റ് ഫെമിനിസം? അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇറയിൽ പോലും. ആക്ച്വലി ഈ സിനിമ ഒരു റിലീജിയന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമയല്ല. എനിക്ക് തോന്നുന്നു അതൊരു വലിയ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമയില് ഫാസിൽ ഈ ഒരു കമ്മ്യൂണിറ്റിന്ന് ഈ സിനിമ ചെയ്യാൻ കാരണം ഏറ്റവും ഈസി ആയിട്ട് ഫാസിലിനും എനിക്കും ഇതിലെ ക്രൂവിനും പറയാൻ പറ്റും. കാരണം ഞങ്ങൾ നിന്ന ലൊക്കാലിറ്റിന്റെ ചുറ്റുഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് പറയാൻ ആ ഒരു സ്റ്റോറി എളുപ്പമായത് കൊണ്ടാണ് അത് തെരഞ്ഞെടുത്തത്. അതെല്ലാം നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റി വെച്ച് പറഞ്ഞ ഇതിന് വേറൊരു രീതിയിലായിരിക്കും ഇതിന് ബാക്ക്ലാഷ് വരുന്നത്. അപ്പം യെസ്, അതുകൊണ്ട് ഇത് ഒരു പ്രത്യേക റിലീജിയന് വേണ്ടിയിട്ടുള്ള മൂവി അല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ കാണാൻ വന്നവരും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അത് കണ്ടിട്ടുണ്ട്. അതും വളരെ സറ്റാരിക്കൽ രീതിയിലാണ് എടുത്തുള്ള ഒക്കെ ഒരുപാടുള്ള ഒരു മൂവിയാണ്. അപ്പം മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾ അതായത് ഒരു എസ്പെഷ്യലി ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരോട് മാത്രം ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു ജഗിൾ വിത്ത് ചിൽഡ്രൻ, ഫിലിം അല്ലെങ്കിൽ അഭിനയം? ഇപ്പം ദീപിക പതുകൊണ്ട് ഒരു 8 hours വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പീപ്പിൾ ഡിഡ് നോട്ട് അലോ. പക്ഷേ പുരുഷന്മാർക്ക് ആ പ്രശ്നമില്ല, അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, മേ ബി അവർക്ക് അത് അലോ ചെയ്യുന്നുണ്ട്. സോ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? ലൈക്ക് സ്ത്രീകളോട് മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു ഫാമിലി മാറ്റർ ചോദിക്കുന്നത്? എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം നല്ലത് തോന്നിയിട്ടുണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പറയില്ല, ഷെയറിങ് ഈസ് കെയറിങ്. അങ്ങനെ ഒരു നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യുമ്പം അത് അവർക്കും ഈ ചോദ്യം വരും, തീർച്ചയായിട്ടും വരും. അങ്ങനെ ഷെയർ ചെയ്യാത്തടത്തോളം കാലം ഇത് നമുക്ക് മാത്രമുള്ള ചോദ്യമായിരിക്കും.
എന്നാണ് എനിക്ക് തോന്നുന്നത്. Anyway, thank you so much. Thank you and so I much. wish you all the best. Thank you.